ദൈവം തന്നതാണെങ്കിൽ, എൻ്റെ ചിന്തകൾക്കപ്പുറമായി ദൈവമാണത് തന്നതെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകാൻ കർത്താവ് അനുവദിക്കത്തില്ല. തലമുറയെ തന്നത് ദൈവമാണെങ്കിൽ അവർ നഷ്ടപ്പെട്ടു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ആ ബിസിനസ് തന്നത് ദൈവമാണെങ്കിൽ അത് തകർന്നു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഈ അഭിഷേകം എൻ്റെ മേൽ പകർന്നത് ദൈവമാണെങ്കിൽ അത് ചോർന്നു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഈ ശുശ്രൂഷയും കൃപാദാനങ്ങളും കൃപാവരങ്ങളും എൻ്റെ ദൈവമാണ് എനിക്ക് തന്നതെങ്കിൽ അതില്ലാതെയാകാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഈ ബന്ധങ്ങൾ ദൈവമാണ് എനിക്ക് തന്നതെങ്കിൽ ആ ബന്ധങ്ങൾ ശിഥിലമാകാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. കർത്താവാണ് ഈ നെറ്റിനകത്ത് വലയ്ക്കകത്ത് മീൻ കയറ്റിയതെങ്കിൽ അത് കപ്പാസിറ്റിക്കും അപ്പുറമാണെങ്കിൽ, നെറ്റ് പൊട്ടിപ്പോകേണ്ട സാഹചര്യമാണെങ്കിലും നെറ്റ് പൊട്ടുകയില്ല, ഇറങ്ങിപ്പോകുകയില്ല. കാരണം അത് ദൈവം നൽകിയതാ. ആരോടോ കർത്താവ് അറിയിക്കുന്നു, ദൈവം തന്നതൊന്നും നഷ്ടപ്പെട്ടു പോകില്ല. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ചില വ്യക്തികളിൽ അത്ഭുതകരമായ സൗഖ്യങ്ങൾ കർത്താവ് തരാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എടുക്കുന്ന സബ്ജക്റ്റ്, ഇന്ന് എടുത്ത വിഷയം തന്നെ ജീവിപ്പിക്കുന്ന ആത്മാവ്, സോയ ലൈഫ് എന്ന വിഷയമാണ്. ലൈഫ്, ജീവൻ തരുന്ന ആത്മാവ്.